ഉദ്ധവ ഭക്തിയെക്കുറിച്ച്, ഉത്തമ ഭക്തിയെക്കുറിച്ച് കുറച്ചു സമയം ആ ഭാഗവതത്തെ അധികരിച്ച് ഒന്ന് അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിക്കാലം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണെങ്കിൽ, ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിമാരായി ഭഗവത് ഭജനം, ഭഗവത് പൂജ, ഭഗവത് സബര്യ ചെയ്യാൻ സാധിക്കുന്ന ഓരോ മേൽശാന്തിമാരുടെ ഹൃദയത്തിലും അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ഉദ്ധവഭാവം പലപ്പോഴും വന്നു ചേരാറുണ്ട് എന്ന് സ്വാനുഭവത്തിൽ നിന്നും ഇവിടെ നമ്മളോടൊപ്പമുള്ള കലിയത്ത് പരമേശ്വരേട്ടനെ പോലുള്ള മുൻമേൽശാന്തിമാരുടെ അനുഭവത്തിൽ നിന്നുമൊക്കെ പലപ്പോഴും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉദ്ധവൻ എങ്ങനെയായിരുന്നു ഭഗവാനോടൊപ്പം ചേർന്ന് കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭം മുതൽ പിന്നീട് ഭഗവാന്റെ പ്രധാനമന്ത്രിയായി, ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറി സദാസമയവും ഭഗവാനോടൊപ്പം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഗർഭഗൃഹത്തിലെ വിഗ്രഹമാണെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ പ്രതിരൂപം തന്നെയായ തിടമ്പ് അല്ലെങ്കിൽ ഉത്സവമൂർത്തിയാണ് ഉദ്ധവൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ, ഈ സത്രത്തിൻ്റെ ആദ്യ നാളുകളിൽ ബദരിയാശ്രമത്തിലെ പൂജകനായിരിക്കുന്ന റാവൽജി ഇവിടെ വന്ന് പറഞ്ഞു, അവിടെ ഭഗവാനെ നരനാരായണ രൂപത്തിലും ഇപ്പോൾ അതേപോലെ തന്നെ ഭഗവാന്റെ ആ ഉദ്ധവനെയും ഒക്കെ അവിടെ പൂജിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ഓരോ മേൽശാന്തിയും ഈ ഉദ്ധവനെ പോലെ, സാധാരണ രീതിയിൽ പറയാറുള്ളത് ഓരോ മേൽശാന്തിയും യശോദാമ്മയെ പോലെ എന്നാണ് പറയാറുള്ളത്. കാരണം കാലത്ത് 2:30 കുളിച്ച് 3 മണിക്ക് നട തുറന്നാൽ മുതൽ ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങളാണോ അല്ലെങ്കിൽ ഭക്തി ബഹുമാനങ്ങളാണോ ഈശ്വരനോട് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു അമ്മയുടെ രീതി പ്രഭാതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ആദ്യ സമയത്ത് നടക്കുന്ന ഓരോ രംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരമ്മ ചെയ്യുന്നത് പോലെ തലേന്നത്തെ ആ അലങ്കാരങ്ങളൊക്കെ മാറ്റി ഭഗവാനെ എണ്ണയാടി വാഗ കൊണ്ട് തേച്ച് ഭഗവാനെ അഭിഷേകം ചെയ്ത് കുളിപ്പിച്ച് പുതിയ പട്ടുകോണവും മഞ്ഞപ്പട്ടുമൊക്കെ ഉടുപ്പിച്ച് പുതിയ മാലകളൊക്കെ ചാർത്തി മുഖം ആ ചന്ദനത്തിൻ്റെ ആ ശീതളിമയിൽ ആ മുഖത്തെ കൂടുതൽ പ്രസന്നമാക്കി ആ അഞ്ജനശിലയിലേക്ക് ഭക്തന്മാർക്ക് കാണാനും തൊഴാനുമൊക്കെയുള്ള ആ ഒരനുഭവമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചന്ദനച്ചാർത്ത് അണിയിച്ച് പൊട്ടുതൊടിയിച്ച് ഓടക്കൊഴിൽ കയ്യിൽ കൊടുത്ത് ഭഗവാന് വിശേഷമായിട്ടുള്ള ഭോജ്യങ്ങളൊക്കെ കൊടുത്ത് അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ പാലും വെണ്ണയും തൈരും പഞ്ചാരപ്പായസവും പഴവും പഞ്ചസാരയും ഒക്കെ ഭഗവാന് നിവേദിച്ച്, ഏതൊരമ്മയും തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകളുടെ, തൻ്റെ ആ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹഭാവങ്ങളൊക്കെ അവിടെയും കാണിക്കാറുണ്ട്. ഇതേപോലെ ഇപ്പം അമ്മമാര് ഈ സന്ദർഭത്തിലൊക്കെ എല്ലാം കഴിയുമ്പോഴാവും അവർ ആലോചിക്കുക, അയ്യോ സമയം പോയത് അറിഞ്ഞില്ല എന്ന് തോന്നും. ഇതേപോലെ ഓരോ മേൽശാന്തിമാർക്കും അങ്ങനെ പതിവുണ്ട്. അത് കഴിഞ്ഞ് ആ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടുത്തെ ആചാരപ്പെരുമയുടെ മഹിമ കൊണ്ടാവാം ഉച്ചവരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതിരിക്കുന്ന മേൽശാന്തിമാര്. ഉച്ചപൂജ ആരാണോ ചെയ്യുന്നത്, ആ മേൽശാന്തിയാവട്ടെ, ഓദിക്കനാവട്ടെ, തന്ത്രിയാവട്ടെ, അവരുച്ചവരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല. കാലത്ത് 2 മണിക്ക് എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി 12 മണിക്ക് മുമ്പ് കഴിക്കുന്ന വെള്ളമല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ
ആ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കാണിക്കുന്ന ഒരു അമ്മയെപ്പോലെ, അതല്ലെങ്കിൽ തൻ്റെ സ്വാമിയോടുള്ള ആ പരിപൂർണമായ ആത്മസമർപ്പണം കാണിക്കുന്ന ഉദ്ധവനെ പോലെ അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകും. അങ്ങനെ കടന്നുപോയി ഭഗവാന് ഉച്ചപൂജയ്ക്കൊക്കെ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഊഞ്ഞാലിലാടുന്ന ഒരു ഉണ്ണിയായിട്ട് ഒക്കെ തിരിക്കുന്ന ഉണ്ണിയാണ് ഭഗവാൻ. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയാണ്. ചതുർബാഹു രൂപത്തിലാണ് ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഒട്ടുമിക്കവാറും ക്ഷേത്രങ്ങളിലുള്ളത്. ഈ ക്ഷേത്രത്തിലും അതെ, ഗുരുവായൂർ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ്. ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചും കൊണ്ട് ആ അഞ്ജനശിലയിൽ മിന്നിത്തിളങ്ങുന്ന ആനന്ദസ്വരൂപൻ. അവിടെ വസുദേവരും ശ്രീകൃഷ്ണനും ഒക്കെ പൂജിച്ച ആ ധന്യമായ വിഗ്രഹം ഗുരുപവനപുരിയായി മാറിയപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. എന്നാൽ ആ വിഗ്രഹത്തിൽ ഇതുപോലെ പല പല രൂപങ്ങളും പല പല ഭാവങ്ങളും ചാർത്താൻ മേശാന്തിമാർക്ക് സാധിക്കണു. എന്തുകൊണ്ടാണ്? ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഇവിടെയും അതെ, ഇതാ നമ്മൾ ഇന്ന് കൃഷ്ണാവതാര മൂർത്തിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒക്കെ തിരിക്കുന്ന ആ ഉണ്ണിയെ, ഒക്കത്തിരിക്കുന്ന ഉണ്ണിയെ പോലെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒക്കത്തിരിക്കുന്ന ഉണ്ണി, നമുക്ക് അതാണ് ഏറ്റവും ഇഷ്ടം അല്ലേ. അവിടെ ഒട്ടൊന്നൊരുങ്ങിയാൽ എന്തു ഭംഗി, ഒന്നുമില്ലെങ്കിലും ഭംഗി തന്നെ എന്ന് കവി പാടിയതുപോലെ ഒന്നുമില്ലാത്തൊരു ഉണ്ണി, ആ ഉണ്ണിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. ദിഗംബരാനന്ദൻ എന്നൊക്കെ സ്വാമിമാർക്കൊക്കെ പേരുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പട്ടുകോണം എവിടെയാണെന്ന് പോലും അറിയില്ല. യശോദാമ്മ വിളിക്കുന്ന സമയത്ത് ഉണ്ണിയുടെ ഒരു വരവ് നമ്മൾ ദശമസ്കന്ധത്തിൽ ഏകതാ ഗൃഹദാസീഷു എന്ന് പറഞ്ഞ് ശ്രീശുബ്രഹ്മർഷി തുടങ്ങും. ഗൃഹത്തിലുള്ള വീട്ടുജോലിക്കാരൊക്കെ മറ്റു പ്രവർത്തികൾ ചെയ്തപ്പോൾ സ്വയം തൈര് കടയാനിരുന്ന യശോദാമ്മ, ആ യശോദാമ്മയുടെ അടുത്തേക്ക് ഒരു ഉണ്ണിയുടെ വരവ് ശ്രീശുബ്രഹ്മർഷി ഭംഗിയായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. ഉണ്ണിയെ വിളിക്കും യശോദാമ്മ കാലത്ത്, ഉണരൂ ഗോപാല ഉണരൂ യാദവ ഉണരൂ നന്ദ ഗോപാത്മജ ഉലകെല്ലാം ഉണർന്നല്ലോ യാദവ ഉണരുക എൻ്റെ സുന്ദര എന്ന് പാടി ഭഗവാനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഗോപികമാരിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതൊക്കെ യശോദാമ്മ ഇങ്ങനെ മനോഹരമായിട്ട് പാടും അത്രേ. അങ്ങനെ തൈര് കലക്കുന്നതിൻ്റെ ആ ശബ്ദവും അമ്മയുടെ കാൽച്ചിലമ്പിൻ്റെ ധ്വനിയും അമ്മയുടെ കൈവളകൾ പൊട്ടിച്ചിരിക്കുന്നതും ആ വെണ്ണങ്ങനെ ആ തൈരും കലത്തുനിന്ന് ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ പതുക്കെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന ആ സ്വരൂപത്തിലാണത്രേ പിന്നെയുള്ള ഒരു വരവ്. ഇവിടെ ഇപ്പോൾ ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. പട്ടുകോൺ ഉടുക്കണ്ട, പട്ടുകോൺ ഉടുത്തത് ഊരിക്കളഞ്ഞതാണോ എന്നുള്ള പോലെയാണ് ഉണ്ണിയുടെ ഇരിപ്പ്. അപ്പൊ യശോദാമ്മ നോക്കുമ്പോൾ ഉണ്ണി പതുക്കെ പതുക്കെ പൂച്ച നടക്കുന്നത് പോലെ പങ്ങി അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അമ്മ ഇത് കാണുന്നുണ്ട്, പക്ഷേ കാണാത്ത പോലെ ഇരിക്കുക. ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു സന്തോഷമാണ്. അപ്പം അച്ഛനോട് ചിലപ്പോൾ കുട്ടികളൊക്കെ തല്ലുകൂടും. അങ്ങനെ തല്ലുകൂടി കഴിയുമ്പോഴോ കുട്ടി ഒരു ഇടി അങ്ങോട്ട് ഇടിക്കുമ്പോൾ അച്ഛൻ മലന്നങ്ങോട്ട് വീഴും. കുട്ടി കൈകൊട്ടിച്ചിരിക്കും. അച്ഛനറിയാം കുട്ടിയല്ല ജയിക്കുക, തനിക്കാണ് ശക്തി കൂടുതൽ എന്ന്. പക്ഷേ ആ കുട്ടിയുടെ സന്തോഷം കാണാനുള്ള ഒരു താല്പര്യം. ഇതേപോലെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഉണ്ണി വേഷം കെട്ടി വരുമ്പോൾ അമ്മയും നല്ല പോലെ വേഷം കെട്ടിയിട്ടായിരിക്കണത്. അമ്മ ഇതൊന്നും കാണാത്ത പോലെ തൈര് കലക്കിക്കൊണ്ടിരിക്കണം. യശോദാമ്മ രാത്രി കിടക്കുമ്പോൾ രാമായണ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണത്രേ ഓരോ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുക. വളകള് മാലകളൊക്കെ ഇങ്ങനെ അഴിച്ചു വെക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ കഥകൾ പറയും. രാമായണ കഥകൾ ചൊല്ലിടുമാ യശോദാചാരത്തിരുന്നു കഥ കേൾക്കുമസാര സാക്ഷൻ സീതാവിയോഗമതു കേട്ടത കണ്ടുടയ്ക്കും. അതാണ് കണ്ണൻ്റെ ഓർമ്മ ഇവനിൽ കുളിരേറ്റിടുന്നു. അമ്മ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല രൂപത്തിലാണ്. സീതയെ ഉപേക്ഷിച്ച കാര്യം വരുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. എന്തിനാ കണ്ണാ കരയണത് എന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയുടെ കഥ പറയണതിൻ്റെ കേമത്തം കൊണ്ടാണെന്നാണ്. എത്ര കേട്ടാലും മതി വരില്ല രാമകഥകള്. അപ്പുറത്തെ കട്ടിൽ കിടക്കുന്ന രാമേട്ടനും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും.
ഇടയ്ക്ക് ആ രാവണൻ വന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള കഥ അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ചാടി എഴുന്നേൽക്കണു, കൊണ്ടുപോവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആള് നിന്നിട്ട് ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറയും. ഇങ്ങനെ എന്തെല്ലാം കളികളാണ്. അപ്പൊ യശോദയും രോഹിണിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇവർ ഈ കഥ കേട്ടപ്പോ കൃഷ്ണൻ രാമനായ പോലെയുണ്ട്. രാമന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഏട്ടനാണെന്നൊന്നും അല്ല തോന്നുക, ലക്ഷ്മണനെ പോലെയാണ്. എങ്ങട് കൃഷ്ണൻ പുറപ്പെട്ടാലും ഒപ്പം പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പല പല കളികളാണ്. യശോദാമ്മയുടെ അടുത്ത് വന്ന് ഒരു ദിവസം പറഞ്ഞു, അമ്മ വൈകുണ്ഠം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക കൃഷ്ണൻ. അപ്പൊ യശോദാമ്മ പറഞ്ഞു, അമ്മ കണ്ടിട്ടില്ല. എന്നാ അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്, പക്ഷെ അമ്മ മറന്നുപോയി. ആദ്യം ഒരിക്കൽ കോട്ടുവായിട്ടപ്പോ ഒന്ന് കാണിച്ചു കൊടുത്തതാ. പിന്നെ അമ്മയെ ഒന്ന് പുഞ്ചിരിച്ചതോടുകൂടി അമ്മ എല്ലാം മറന്നുപോയി. അത് കഴിഞ്ഞ് മണ്ണ് തിന്നുവോ നോക്കാൻ വേണ്ടി വായിക്കകത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും കാണിച്ചു കൊടുത്തു. അമ്മ പരിഭ്രമിച്ചു. മൃഗശാഭാക്ഷി എന്നൊക്കെയാണ്. പരിഭ്രമിച്ച ആ അമ്മ ഉണ്ണി അമ്മയെ അമ്മിഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ പഴയ കഥകളൊക്കെ മറന്നു. എന്നാൽ ഇനി ഒന്നുകൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അത്രേ. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ അകത്തേക്ക് കയറും, എന്നിട്ട് തുറക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ വാതിലങ്ങോട്ട് തുറന്നാൽ മതി, അപ്പൊ കാണാം വൈകുണ്ഠം. രോഹിണിയമ്മയും വിളിച്ചോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരെയും കൂട്ടി അങ്ങനെ പോയി ആ മുറിയുടെ അടുത്തെത്തി. ഇനി ഇവിടെ നിന്നാ മതി, ഞാൻ തുറക്കാം എന്ന് പറയുമ്പോൾ തുറന്നോളാൻ പറഞ്ഞു. ഇങ്ങനെയാണ് അല്ലേ മേശാന്തി ദീപാരാധനയുടെ ആ മുന്നോടിയായിട്ട് നട അടച്ചതിന് ശേഷം അടുത്തുനിന്ന് മണിയൊന്ന് കിലുക്കും. അപ്പൊ പുറത്ത് കർപ്പൂരമൊക്കെ കത്തിച്ച് കാത്തു നിൽക്കണം ഭക്തന്മാര്. രണ്ട് ഭാഗത്തുമായിട്ട് ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് യശോദാമ്മയും രോഹിണിയും. ഇനി തുറക്കാം എന്ന് പറഞ്ഞപ്പോ എന്താ അവിടെ അവസ്ഥ? ഏട്ടനെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അനിയൻ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് അനന്തൻ, ഇതാണ് വിഷ്ണു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ഓരോ കളികളാണ്. അപ്പൊ യശോദാമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാ, പട്ടുകോണം അരയിലുണ്ടോന്ന് വെച്ചാൽ അരയിലുണ്ട്. എവിടെയാ കിടക്കണത് എന്ന് വെച്ചാൽ നിശ്ചയില്ല, എവിടെയോ ഒരു സ്ഥലത്ത് തൂങ്ങി കിടക്കുന്നുണ്ട്. പൊന്നിൻ ചിലമ്പുണ്ട്, ആ പൊന്നിൻ ചിലമ്പ് കണങ്കാലിനോളം കയറ്റി വെച്ചേക്കുക ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പൊന്നിൻ ചിലമ്പിന് വലിയ തിരക്കാണ്, കാരണം പദഭജനം ശ്രേയ ഇത്യാലബന്ധം, അത് മുടക്കാൻ താല്പര്യമില്ല പൊന്നിൻ ചിലമ്പിന്. എല്ലാവരോടും പറയണം പാദസേവ ചെയ്യണമെന്ന്. അതുപോലുള്ള പൊന്നിൻ ചിലമ്പുകളാണ് ഇവിടെ, അത്തരത്തിലുള്ള മണികളാണ് ഇവിടെ വന്ന് ഓരോ ദിവസവും നമുക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരുന്നത്. പദഭജനം ശ്രേയ പാദാരവിന്ദം ഭവസിന്ധുപോതം. ആലോചിച്ചു നോക്കൂ, മുഖാരവിന്ദത്തെക്കാൾ മനോഹരമായി ഭാഗവതത്തിലും അല്ലെങ്കിൽ കവികളൊക്കെ കൂടുതൽ വർണ്ണിക്കുന്നത് എന്തിനാ? പാദാരവിന്ദത്തെയാണ്. ലക്ഷ്മി ഭഗവതി പോലും ഭഗവാൻ പറഞ്ഞു, എൻ്റെ മാറത്തിരുന്നോളൂ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് അവിടെ ഇരിക്കാൻ സഹിക്കണില്ല. കാരണം എന്താ? തുളസിയുടെ ഭാഗ്യത്തെ ആലോചിക്കുകയാണ്. ആ പാദത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ സാധിച്ച തുളസിയുടെ. അപ്പോൾ ലക്ഷ്മി ഭഗവതി ഓടി വരും, എന്നിട്ട് കാക്കൽ വീണ് നമസ്കരിക്കത്രേ. ഭഗവാൻ പറയും, ലക്ഷ്മി അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, അവിടെ ഇരിക്കാൻ പറ്റണില്ല ഭഗവാന്, അത്രയും ശ്രേഷ്ഠമാണ് പാദം. അപ്പൊ ഈ പാദത്തിൽ പൊന്നിൻ ചിലമ്പ് മുകളിലേക്ക് കയറ്റിവെക്കും. ആ അരമണിയും അതേപോലെ തന്നെ പൊന്നരഞ്ഞാണൊക്കെ ആ വയറിലേക്ക് ഇങ്ങനെ കയറ്റിവെച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു വരികയാണ്. ഉമ്മറപ്പടി അങ്ങോട്ട് കടന്നതും ചിലും എന്ന് പറഞ്ഞൊരു ശബ്ദം. അപ്പോഴാണ് ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന പോലെയുള്ളൊരു ദർശനം യശോദാമ്മയ്ക്ക് കിട്ടണത്. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ, പട്ടുകോണം പോലും ഇല്ലാതെ. പട്ടുകോണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എവിടെയോ ഒരു സ്ഥലത്ത് തൂങ്ങി കിടക്കുന്നുണ്ട്. ഗോപിക്കുറി മാഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചെറിയ അടയാളങ്ങളൊക്കെ കാണാനുണ്ട്. കൺമഷി പരന്നിട്ടുണ്ട് എങ്കിലും ആ കണ്ണ് ഇന്നലെ എഴുതിയതിൻ്റെ ഒരു ശോഭ. തലമുടിയിൽ നിന്ന് പീലിത്തിരുമുടി എവിടെയോ വീണു പോയിട്ടുണ്ട്. മുടി തോളറ്റം വരെ നിർമ്മലമായ അല്ലെ അമലകാന്തിയോട് കൂടിയ അഗ്രം മാത്രം ചുരുണ്ടിട്ടുള്ള തലമുടി. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ള സ്വരൂപം. അങ്ങനെയുള്ള ഈ സ്വരൂപത്തെ മേശാന്തിമാരിങ്ങനെ അണിയിച്ചൊരുക്കും. ഓരോ രൂപത്തിൽ, ഓരോ ഭാവത്തിൽ, ഊഞ്ഞാലിലിരിക്കുന്ന കണ്ണനായി പല രൂപത്തിൽ. അങ്ങനെയാവുമ്പോൾ സത്യത്തിൽ ഈ അമ്മയുടെ രൂപത്തിലാണെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ ആവുമ്പോഴേക്കും പിന്നെ ഒരു ഉദ്ധവനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ഒപ്പം ഭഗവാൻ കൊണ്ടു നടക്കും. ഇങ്ങനെയാണ് കൂട്ടുകാരൻ്റെ പ്രത്യേകത. എന്താ? എപ്പോഴും ഒപ്പം ഉണ്ടാവും. ഏറ്റവും നല്ല കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയും. ഹിതകാംക്ഷിയാണ് കൂട്ടുകാരൻ. ഭഗവാനും നമ്മുടെയൊക്കെ സുഹൃത്താണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാനോളം അറിയുന്ന ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്,
അവിടെ പോയി ഭഗവാനോട് ഇന്നത് വേണം എന്ന് പറയേണ്ട കാര്യമില്ല. മറിച്ച് എന്താ, അവിടെ ചെന്നൊന്ന് സ്മരിച്ചാൽ മതി ഭഗവാൻ. അങ്ങനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ വേണ്ടതൊക്കെ തരും. ആവശ്യമുള്ളത് മുഴുവൻ. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, ആ സുധാമാവിനെ സകലതും നൽകി അനുഗ്രഹിച്ച ഭഗവാൻ. സുധാമാവിൻ്റെ ഒരു ചിന്ത നോക്കൂ, എത്ര മനോഹരാണ്. അധനോയം ധനം പ്രാപ്യാം ആദ്യനുച്ചൈർണമാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാഥതാൽ. എനിക്ക് ധനമൊന്നും ഭഗവാൻ തന്നില്ല. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ എന്നോട് കാരുണ്യമുള്ളത് കൊണ്ടാണ്. എന്നോട് കാരുണ്യമുള്ള ഭഗവാൻ എനിക്കൊന്നും തന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ആ സുധാമാവിനെ, ആ ശ്രീതാമാവിനെ നമ്മളൊക്കെ പുറംഭംഗി കണ്ട് കുചേലൻ എന്ന് വിളിക്കുന്ന ആ ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണനെ, ഭക്തോത്തമനെ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനാക്കിയത് അതുകൊണ്ട് മാത്രമാണ്. കാരണം കിട്ടാത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. നമ്മളൊക്കെ ഭക്തനാണ് എന്ന് നടിച്ച് കിട്ടാത്തതിൽ ഭഗവാനെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭക്തിയുടെ കുറവാണെന്നൊന്നും നമുക്ക് തോന്നില്ല. ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് ഗുരുവായൂരപ്പനെ എന്താ ഞാൻ വിചാരിച്ചൊന്നും തരാത്തത് എന്നേ നമുക്ക് തോന്നുള്ളൂ. എനിക്ക് അത്ര കണ്ട് ഭക്തിയായിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം നമ്മൾ വലിയ ഭക്തന്മാരാണെന്ന് മേനി നടിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രുദ്രാക്ഷമാല അണിയും, അല്ലേ, പലതരത്തിലുള്ള പൊട്ടുകളൊക്കെ തൊടും, കയ്യിൽ കുറേ ചരട് കെട്ടും, പിന്നെ നാരായണ എന്നുള്ള ഷോളിടും, ഇനിയൊക്കെ പലതും ചെയ്യും. പക്ഷേ ഇതൊക്കെ ഉപരിപ്ലവമായിട്ടുള്ള, ഇതൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വേണം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഭക്തൻ ഒരിക്കലും ഇതിലൊന്നും അഹങ്കരിക്കില്ല. അതുകൊണ്ടാണ് സുധാമാവിന് 4 പിടി അവല് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ സുധാമ പത്നി, ആ സതീരത്നം, സന്മനസ്ഥിതിയുള്ളവൾ, സുധാമാവിനെ പോലെ സമാനശീലാഭി തദീയ വല്ലഭ എന്നാണ്. എന്താണോ ഭഗവാൻ അത് തന്നെയാണ് സുധാമ. ആ ഭഗവത് ഭക്തനായിരിക്കുന്ന സുധാമാവ് അത് തന്നെയാണ് സുധാമ പത്നി. കിട്ടുന്നത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു. യാചിത്വാ ചതുരോ മുഷ്ടിൻ, 4 പിടി അവലേ കിട്ടുകയുള്ളൂ. അതിൽ നിന്ന് 2 പിടി അല്ലെങ്കിൽ 1 പിടി അല്ലെങ്കിൽ അതിൻ്റെയും പകുതി തനിക്കും തൻ്റെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടി മാറ്റിവെക്കാൻ കൂട്ടാക്കിയില്ല. കിട്ടിയത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു. എന്നിട്ടോ ആ സുധാമാവിന് ഈ കീറത്തുണിയിൽ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രയെ പ്രാതാതുപായനം, ഭർത്താവിൻ്റെ കയ്യിൽ ഈ മുഷിഞ്ഞ കീറത്തുണിയിൽ അവിൽ പൊതിഞ്ഞു കൊടുത്തപ്പോ സുധാമാവിന് അപ്പം എന്തെങ്കിലും നാണം ഉണ്ടായോ? ഒരു നാണം ഉണ്ടായില്ല. കാരണം ഇത് ഭഗവാന് കൊടുക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ തന്നെ സ്വീകരിക്കുക മാത്രമല്ല, തന്നോട് പറഞ്ഞത് എന്താ? പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. അത് കേട്ടപ്പോൾ സുധാമാവിൻ്റെ തല താഴ്ന്നു. കാരണം ഭക്തിയുണ്ടോയെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അത് ഭഗവാനാണ്, നമ്മളല്ല. നമ്മൾ വിചാരിക്കണത് ഞാൻ 12 ദിവസം ഭഗവാനെ തൊഴുതു, ദശാവതാരം മുഴുവൻ ഞാൻ തൊഴുതു, എന്നിട്ട് എന്താ എനിക്ക് ഞാൻ വിചാരിച്ചൊന്നും കിട്ടാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് നമുക്ക് യോജിച്ചതാണോ എന്ന് ഭഗവാന്റെ ഒരു വിലയിരുത്തലുണ്ട്. നമുക്ക് അതിനുള്ള പാകതയായോ? ഒരു കുട്ടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ്, അമ്മേ എനിക്ക് ആ കത്തി ഒന്ന് എടുത്ത് തരണം. ചെറിയ കുട്ടിയാ, 2-3 വയസ്സായിട്ടുള്ളൂ. കത്തി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എത്ര വാശി പിടിച്ചാലും സ്നേഹമയ്യായ അമ്മ കത്തി കൊടുക്കില്ല എന്ന് മാത്രമല്ല, മറ്റു പലതും കൊടുത്ത് ആ കത്തിയിൽ നിന്നുള്ള മോഹം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യും. ഇനി ഒരിക്കലും ഈ കുട്ടി ഇത് കാണരുത് എന്ന് വിചാരിച്ച് അത് മാറ്റിവെക്കും. ഒരു പക്ഷേ അമ്മ ഉപയോഗിക്കുന്നത് പോലും ഈ കുട്ടി കാണാതെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അമ്മയുടെ സ്നേഹമാണത്. കിട്ടാത്തത് ഭഗവാന്റെ സ്നേഹമാണ് എന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അങ്ങനെ വളർന്ന് വലുതായി ഒരു നിലയിലേക്ക് എത്തിയിട്ട് ഒരു 10-20 വയസ്സായിട്ടുള്ള കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയെ കത്തി തരൂ എന്ന് പറയുമ്പോൾ അമ്മ എന്ത് പറയും? നിനക്ക് എടുത്തുകൂടെ, അവിടെ ഇരിക്കണില്ലേ എന്ന് ചോദിക്കും. ഇതേപോലെയാണ്. അപ്പം നമുക്കതിനുള്ള പാകതയാകുന്നത് വരെ ഭഗവാൻ തരില്ല. തരാത്തത് ഭഗവാന്റെ സ്നേഹമില്ലായ്മയല്ല, ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അതിന് പകരമായി നമ്മൾ ഭഗവാൻ എന്തു കൊടുത്തു നമ്മൾ ആലോചിക്കേണ്ടതാണ്. വാണീ ഗുണാനുകഥനെ ശ്രവണവു കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടിസതാം
ദർശനേസ്തു ഭവത്തനൂനാം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ പണക്കാരുടെ മക്കളാണ്. പണക്കാരൻ്റെ മക്കള് അല്ലേ, കുബേരന്റെ മക്കളാണിത് പറഞ്ഞത്. അവർക്ക് പോലും അവര് കുറച്ചു കാലം ആ അഹങ്കാരം കൊണ്ട് മതിച്ച് രമിച്ചു കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ മദനമോഹനനായ ഭഗവാനിൽ അവർക്ക് രതി ഉണ്ടായതോടുകൂടി ബാക്കിയെല്ലാം വെറും നിഷ്ഫലമാണ് എന്ന് അവർക്ക് തോന്നലു വന്നു. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഉദ്ധവ ഭക്തി ഉത്തമ ഭക്തിയാണ്. മേൽശാന്തിമാര് പലപ്പോഴും ഈ ഉദ്ധവനെ പോലെ ഉള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ഉദ്ധവൻ ആദ്യം എന്താ പറഞ്ഞത്? ക്ഷണാർത്ഥമപി കേശവ, അവിടുത്തെ വിട്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഉദ്ധവൻ ഉള്ളു ചുട്ട് പറയുന്നുണ്ട്. ഓരോ മേശാന്തിക്കും ഭഗവാനെ വിട്ടിരിക്കാൻ സാധിക്കാറുമില്ല. അത് അവിടുത്തെ ഒരു നിയമം കൂടിയാണ്. നോക്കൂ, മറ്റ് ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാര്, പുറപ്പെടാശാന്തി അല്ലാത്ത ക്ഷേത്രങ്ങളിലെ മേശാന്തിമാരൊക്കെ ഭഗവാനെ വിട്ടുപോവാറുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പന്റെ മേശാന്തി എങ്ങനെയാ ഉദ്ധവനായിട്ട് തീരുന്നത്? ആ മേശാന്തിക്ക് ഭഗവാനെ വിട്ടുപോകാൻ നിയമം അനുസരിക്കണില്ല, നിയമം അനുവാദം കൊടുക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ, ആ മേശാന്തി മുറിയിലും ആ രുദ്രതീർത്ഥത്തിലും ശ്രീകോവിലിലും മാത്രമായിട്ട് 6 മാസം. ഇപ്പോഴത്തെ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ആധുനികമായ സൗകര്യങ്ങളൊന്നുമില്ലാതെ തപസ്സിനു തുല്യമായ ഉദ്ധവ ഭക്തിയോടുകൂടി ജീവിക്കാൻ ഭഗവാൻ ചില ചിട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചില പശുക്കളെയൊക്കെ അവർ കുറുമ്പ് കാണിക്കും. അപ്പൊ എന്തു ചെയ്യും? അതിൻ്റെ ഉടമസ്ഥൻ ഗോപാലൻ ആ പശുക്കളെയൊക്കെ ഒരു കയറ് കൊണ്ട് കെട്ടി അവിടെ നിർത്തും. എന്നിട്ട് വേണ്ടതൊക്കെ അവിടെ തരും. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഈ ഗോപാലൻ, ഗുരുവായൂരിൽ മിന്നുന്ന ആ ഗോപാലൻ ജന്മപശുക്കളായിട്ടുള്ള ഓരോ മേശാന്തിമാരെയും അവിടെ കെട്ടിയിടും. 6 മാസം എങ്ങടും പോണ്ട, എല്ലാം അവിടെ എത്തിച്ചു തരും. ഒരു വിഷമവുമില്ല. ഭഗവാന് നിവേദിച്ച വെള്ളുരുളിയിലെ നേദ്യവും ഭഗവാന് ഓരോ ദിവസവും നിവേദിക്കുന്ന കാളനും മെരിശ്ശേരിയും ഓലനും ഒക്കെ തന്ന് വേണ്ടതുപോലെ കൊണ്ടു നടക്കും. കാലിടറുമ്പോൾ കൈപിടിക്കാൻ ഭഗവാനുണ്ട്, കണ്ണ് നിറയുമ്പോൾ കണ്ണ് തുടയ്ക്കാൻ ഭഗവാനുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഓരോ മേശാന്തിമാരെയും എത്തിക്കും. ഞാൻ എന്ന ബോധം ഇല്ലാതെയാകുന്ന യഥാർത്ഥമായ ജ്ഞാനം ഉള്ളിലേക്ക് അറിയാതെ കടന്നു വരും. നമ്മൾ ചെറുപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും, ഉച്ചവരെ ഒന്നും ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഓരോ സമയത്തും ഭഗവാൻ നമ്മളെ വേണ്ട പോലെ പരീക്ഷിച്ച്, അങ്ങനെയാണല്ലോ ഒരു സ്വർണം കൊണ്ടൊരു ആഭരണം ഉണ്ടാക്കണമെങ്കിൽ നല്ല പോലെ ചൂടാക്കി അത് അടിച്ചു പരത്തിയാൽ മാത്രമേ അതിന് നല്ല ആഭരണം ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആദ്യത്തെ 1 മാസക്കാലം ഒരു പരീക്ഷണത്തിന്റെ കാലമാണ്. അവസാനം മനസ്സിലാവും, മറ്റൊരാളും അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ ജനാർദ്ദന എന്ന ഭാവത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ എല്ലാം സുഖമായി. ഇതാണ് ഭഗവാന്റെ ഒരു രീതി. ഇപ്പം ഇവിടെ ആ ഉദ്ധവനെ പോലെ ഒപ്പം കൊണ്ടു നടക്കും. അനുവ്രജാമ്യഹം നിത്യം, നേരത്തെ പറഞ്ഞില്ലേ, ആ മേശാന്തിയുടെ ഒപ്പം, മേശാന്തിയുടെ കൂടെ കയ്യും പിടിച്ച് അദൃശ്യ സാന്നിധ്യമായിട്ട് ഭഗവാൻ ഒപ്പം ഉണ്ടാവും. പക്ഷേ അദൃശ്യ സാന്നിധ്യമാണെങ്കിലും അദൃശ്യമാണ്. പക്ഷേ അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. പ്രത്യേകിച്ചും പരമേശ്വരനെ പോലുള്ള ആളുകൾക്ക്, ഞങ്ങൾക്കൊക്കെ അറിയാം, അത്താഴ പൂജയുടെ സമയം ഏറ്റവും സുന്ദരമായ സമയമാണ്. പുറത്ത് ആ സോപാന സംഗീതം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശാന്തമായി, ഒരു തരത്തിലുള്ള ശബ്ദങ്ങളുമില്ല. അവിടുന്ന് സോപാനത്തിൻ്റെ ഇടയ്ക്കയുടെ നാദവും ഇടയ്ക്കുള്ള പാട്ടുമായി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന് പലതരത്തിലുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രസന്ന പൂജയും കഴിഞ്ഞ് നട തുറക്കുന്നത് വരെയുള്ളൊരു സമയം. ഒരുപക്ഷേ 5-10 നിമിഷങ്ങളെ കിട്ടുള്ളൂ എങ്കിലും ജീവിതത്തിലെ അനർഘമായിട്ടുള്ള നിമിഷങ്ങളാണത്. എന്തും ഭഗവാനോട് പറയാം, യാതൊരു വിഷമവുമില്ല ഭഗവാന്റെ അടുത്ത് പറയാം. ആരും നമ്മളെ കാണുന്നില്ല ഭഗവാൻ ഒഴിച്ച്. അങ്ങനെ ഭഗവാന്റെ അടുത്തിരുന്ന് കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും
ഒക്കെ ഓരോ മേശാന്തിമാരും അനുഭവിക്കുന്ന ആ ആനന്ദം. അങ്ങനെ 6 മാസക്കാലം കഴിയാറായി. പുതിയ മേശാന്തിയെ തിരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനമായി എന്നൊക്കെ അറിയണു. പുതിയ മേശാന്തി അധികം താമസിയാതെ വരും എന്ന് മനസ്സിലാവണു. മേശാന്തിയെ തിരഞ്ഞെടുക്കണു. ആ മേശാന്തിയുടെ 12 ദിവസത്തെ ഭജനം, ആ ദ്വാദശാക്ഷരി കൊണ്ട് ധ്രുവൻ പൂജിച്ച ദ്വാരകാനാഥന്റെ പൂജകനായി എനിക്ക് 12 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണത്. ഒരുപക്ഷെ യാതൊരു കുറ്റവും കുറവുമില്ലാതെ തന്നെ കൊണ്ടു നടന്ന ഭഗവാന്റെ കാരുണ്യം ആലോചിച്ച് അത് വേണ്ടതുപോലെ പൂർത്തിയാക്കാൻ സാധിച്ചതിൻ്റെ കൃതാർത്ഥതയോടുകൂടി ഇരിക്കുമ്പോഴും ഒരു ദിവസം കഴിഞ്ഞാൽ ഈ കാരുണ്യ ശ്രീകോവിലേക്ക് എനിക്ക് കടക്കാൻ സാധിക്കില്ലല്ലോ എന്നൊരു തോന്നൽ വരും. ഉദ്ധവൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആ തരത്തിലുള്ള ഒരു തലത്തിലേക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള ആ അഹംഭാവത്തോടു കൂടി പറയണതല്ല. പക്ഷേ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലിങ്ങനെ വന്നിങ്ങനെ നിറയും. അങ്ങനെ കഴിയുന്ന ദിവസം ആ സമർപ്പണത്തിൻ്റെ അന്ന് കാലത്ത് നിർമാല്യം മുതൽ അത്താഴപൂജ വരെയുള്ള ഓരോ പൂജകളും, പ്രത്യേകിച്ച് നിർമാല്യവും ഉഷപൂജയും എതിർത്ത് പൂജയും അത്താഴപൂജയും എല്ലാ ദിവസവും മേശാന്തി തന്നെ ചെയ്യണമെന്നാണ്. എന്നെ കുളിപ്പിക്കാൻ എൻ്റെ അമ്മ മതി എന്ന് പറയുന്ന ചില വികൃതികളില്ലേ, ആ മൂലപ്രകൃതി ആണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ പറയും മേശാന്തി കുളിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ. അങ്ങനെ അത്താഴപൂജയും കഴിഞ്ഞ് പാണികൊട്ടി ശിവേലിക്കായിട്ട് പുറത്തിറങ്ങി ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് വന്ന് വീണ്ടും ആ ആനയുടെ 3 പ്രദക്ഷിണവും കഴിഞ്ഞ് ഭഗവാൻ കിഷാന്തിയുടെ ആ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്ന് ആ സൗവർണ വിഗ്രഹം അഞ്ജനശിലയിൽ ആ പീഠത്തിൽ കൊണ്ടുവച്ച് ശാന്തിയേറ്റ കിഷാന്തി തൃപ്പുകയും കഴിഞ്ഞ് അത് കഴിയുമ്പോൾ തന്ത്രി പറയും മേശാന്തി പോയി നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാന്റെ ആ കാരുണ്യം ആലോചിച്ച് ആ ഗർഭഗൃഹത്തിനകത്ത് മുഖമണ്ഡപവും ഇടനാഴിയും കടന്ന് ഗർഭഗൃഹത്തിനകത്ത് ഒരു വിളക്കില് ഒരു ചെറു തിരുനാളത്തിൽ മിന്നിത്തിളങ്ങുന്ന ഭഗവത് സ്വരൂപത്തെ കണ്ട് പ്രദക്ഷിണം വെച്ച് അഭിവാദ്യം ചെയ്ത് ആ പാദങ്ങളിൽ 2 തുള്ളി കണ്ണീർ സമർപ്പിച്ച് വീണ് നമസ്കരിച്ച് വീണ്ടും മതിയായില്ല എന്ന് തോന്നി വീണ്ടും ഒന്നുകൂടി പോയി 2-3 വട്ടം കഴിയുമ്പോഴേക്കും പുറത്തുനിന്ന് വിളി വരും, മേശാന്തി പുറത്തേക്ക് ഇറങ്ങാറായിട്ടോ എന്ന് പറയും. പിന്നെ നിവൃത്തിയില്ല, വീണ്ടും ഒന്നുകൂടി നമസ്കരിക്കണു, ആ കാലിൽ ഒന്ന് തൊട്ട് വന്ദിക്കണു. ഭഗവാന്റെ കാരുണ്യ ശ്രീകോവിലിൻ്റെ ആ താക്കോൽ വെള്ളിക്കുടത്തിൽ സമർപ്പിച്ച് ആ വെള്ളിക്കുടവുമായി പുറത്തേക്ക് കടന്ന് ആ സോപാനപ്പടിയിലേക്ക് വലതുകാല് വെച്ച് ഇടതേ കാലങ്ങട് പൊക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയും അനുഭവവും അത് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നതല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ആ ഇടത്തെ കാല് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനകത്തേക്ക് കയറണമെങ്കിൽ ഇനി എത്രയോ കാലം യാതൊരു ഉറപ്പുമില്ല. ഗുരുവായൂരപ്പൻ വീണ്ടും വിളിക്കണം. ഗുരുവായൂരപ്പൻ വിളിക്കുന്നതാണോ ഭഗവാന്റെ ഇഷ്ടം, നേരത്തെ പറഞ്ഞതുപോലെ, അതോ വിളിക്കാത്തതാണോ ഇഷ്ടം? നമുക്കറിയില്ല. നമുക്കൊക്കെ മോഹങ്ങൾ ഉണ്ടാവും ഇല്ലേ. ഒരു പ്രാവശ്യം മേശാന്തിയായി വീണ്ടും മേശാന്തി ആവണമെന്ന് മോഹം ഉണ്ടാവും. 2 വട്ടം കഴിഞ്ഞാൽ വീണ്ടും മേശാന്തി ആവണമെന്ന് മോഹം ഉണ്ടാവും. പക്ഷേ അങ്ങനെ മോഹിക്കുന്ന എത്രയോ ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ കിട്ടുന്നതാണോ കിട്ടാത്തതാണോ നല്ലത് എന്ന് പോലും നിശ്ചയമില്ല. അപ്പം ഇനി എന്നങ്ങോട്ട് ചെല്ലും എന്നറിയാതെ പുറത്തിറങ്ങി 6 മാസങ്ങൾക്ക് മുമ്പ് 183 ദിവസം മുമ്പ് താൻ ഒരു മേശാന്തിയുടെ പുറകിൽ നാമസങ്കീർത്തനവുമായി നടന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോ തൻ്റെ പുറകിൽ മറ്റൊരു മേൽശാന്തി, മറ്റൊരു യശോദ, മറ്റൊരു ഉദ്ധവൻ, മറ്റൊരു ഗോപിക നാമസങ്കീർത്തനവുമായിട്ട് ഒപ്പം ഇങ്ങനെ നടക്കുന്നത് അറിയാം. അങ്ങനെ വന്ന് ആ നമസ്കാര മണ്ഡപത്തിൽ കയറി അവിടെ നമസ്കരിച്ച്
ആ വെള്ളിക്കുടം കമത്തി അതിന് മുകളിൽ ആ കാരുണ്യ ശ്രീകോവിലിന്റെ താക്കോൽ അവിടെ സമർപ്പിച്ചാൽ പിന്നെ ആ മണ്ഡപത്തിൽ കയറണമെങ്കിൽ പോലും വീണ്ടും മേശാന്തി ആവണം. ആലോചിച്ചു നോക്കൂ. ഗുരുവായൂരമ്പലത്തിൽ മാത്രമല്ല, ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതിനെയൊക്കെ അംഗീകരിക്കണം. പലപ്പോഴും ആളുകൾ പറയണ കേട്ടിട്ടുണ്ട് അല്ലേ, അത് ശരിയല്ല, ആ ആചാരം ശരിയല്ല, ഈ ആചാരം ശരിയല്ല. ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. നമുക്ക് ഓരോരുത്തരെ കാണുന്നതിനും അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി, സത്യത്തിൽ നമുക്കുള്ള അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ നമുക്ക് നേരിട്ട് പോയി കാണാൻ സാധിക്കുമോ? പറ്റില്ല. ഓരോന്നിനും ഓരോന്ന് പ്രത്യേകമായിട്ട്. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടം വളരെ ദുഷിച്ച, എല്ലാത്തിലും ദോഷത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ആ ഉദ്ധവൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് എന്തേ പ്രാർത്ഥിക്കാനുള്ളൂ? നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ ജതിസ്യാദ് അനപായിനി. അനപായിനിയായ, ഒരിക്കലും നശിക്കാത്ത ഭക്തി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഉദ്ധവന് ജ്ഞാനത്തിൻ്റെ വല്ല കുറവുണ്ടോ? അല്ലേ? ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഭക്തി എന്നുള്ളത് അതൊന്നുമല്ല ഭാഗവതം പഠിപ്പിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ടാ ഉദ്ധവൻ എനിക്ക് ജ്ഞാനം തരണേ എന്ന് പറഞ്ഞത്? എനിക്ക് ജ്ഞാനം കിട്ടി ഭഗവാനെ, അവിടുത്തെ അതിദിവ്യമായ ഉപദേശത്തിലൂടെ എനിക്ക് അറിയേണ്ടതൊക്കെ അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലും യഥാർത്ഥമായിട്ടുള്ള അറിവാണോ ജ്ഞാനമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ രതിസ്യാദ് അനപായിനി. അവിടുത്തെ പാദാംബുജങ്ങളിൽ എനിക്ക് എന്നെന്നും ഭക്തി ഉണ്ടാക്കി തരണേ, വേറെ ഒന്നും വേണ്ട എന്നാണ്. അവിടെ നാരദ മഹർഷിയുടെ അടുത്ത് ബ്രഹ്മാവ് ഭാഗവതം കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എന്താ പറയണത്? ത്വമേതത് വിപുലീകുരു നൃണാം ഭക്തിർഭവിഷ്യതി. ലോകത്തിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക, ആ രൂപത്തിൽ ഇതിനെ പറഞ്ഞോളൂ എന്ന് പറയുന്ന ബ്രഹ്മോപദേശം ഉദ്ധവൻ പറയുന്നത്, പ്രഹ്ലാദൻ പറയുന്നത്. പ്രഹ്ലാദൻ എന്താ പറയണത്? എനിക്ക് ഭക്തി മാത്രമേ വേണ്ടൂ. ബൃഹസ്പതി ശിഷ്യനായ നമ്മുടെ ഈ ഉദ്ധവൻ തന്നെ എല്ലാം അറിഞ്ഞിട്ടും ഗോപികാഭക്തിയുടെ ആഴവും പരപ്പും മനസ്സിലാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനും ഏറ്റവും ശ്രേഷ്ഠനുമായിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉദ്ധവനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഉത്തമശ്ലോകനായ ഭഗവാൻ ഉത്തമകളായ ഗോപികമാരുടെ അടുത്തേക്ക് ഉദ്ധവനെ പറഞ്ഞയക്കുന്നത്. ഉദ്ധവൻ ഗോപികാഭക്തിയുടെ ആ തലത്തിൽ അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. യശോദാമ്മയുടെ, നന്ദഗോപരുടെ, പൂക്കളുടെ, പുഴകളുടെ എന്ന് വേണ്ട അവിടെയുള്ള വൃന്ദാവനത്തിലെ സകല ചരാചരങ്ങളും ആ കണ്ണനോട് കാണിക്കുന്ന ഭക്തി കണ്ട് കാക്കൽ വീണ് നമസ്കരിച്ചു ഉദ്ധവൻ. ഇല്ലേ? വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം എന്ന് വീണങ്ങനെ നമസ്കരിച്ചു. ഗോപികമാര് കേവലം ഇടയ പെൺകുടികളാണ്, വനചാരിണികളാണ്. അവർക്ക് വേദാഭ്യാസമില്ല, പാണ്ഡിത്യമില്ല, ഉന്നത കുലത്തിൽ ജനനമില്ല അവർക്ക്. പക്ഷെ അവർക്കൊന്നുണ്ട്, കൃഷ്ണനു സുഖമുണ്ടായി വരണം എന്നേയുള്ളൂ. ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഉദ്ധവനും നമുക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. കണ്ണുകൾ ആർദ്രമാകുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, മനസ്സ് ആർദ്രമാകുന്നു, തൊണ്ടയിടറുന്നു. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണമാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ പാദങ്ങളെ തഴുകി ഉണർത്തുന്ന ആ പാദുകങ്ങൾ സ്വീകരിച്ച് അത് ശിരസിൽ വെച്ചും കൊണ്ട് ഉദ്ധവന്റെ ഒരു യാത്രയുണ്ട്. മിഴികൾ നിറഞ്ഞും മൊഴികൾ മുറിഞ്ഞും ഉള്ള യാത്ര. ആ യാത്രയിലും ഉദ്ധവനെ കാണുന്ന വിതുരമഹാശയന് എന്താ പറയണത്? ഭഗവാന്റെ ലീലകൾ പറയൂ. ആ ഭക്തി
പകർന്നു തരൂ. ആ ഭക്തിയുടെ പരമപ്രേമത്തിൻ്റെ സ്വരൂപമായ ഭാഗവതത്തെ ഉപദേശിച്ചു തരൂ. ഭാഗവതം ഉടനീളം നമ്മളെ ഓർമ്മിപ്പിക്കണു, ഇത് ഭക്തിയുടെ ഗ്രന്ഥമാണ്. ഏതൊരു സാധാരണക്കാരനും, ഇതിനിടെ ഒരു പ്രഭാഷകൻ പറഞ്ഞു, ഭാഗവതം വളരെ ഗഹനമാണ്, എന്നാൽ അതിലേറെ ലളിതമാണ്. ആ ലളിതാ പരമേശ്വരി പോലും പൂജിക്കുന്ന ആ ഭഗവാന്റെ കാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് കുനിക്കാം. ഒരു കീർത്തനം കൂടി പാടി നമുക്ക് ഇപ്പോൾ ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം.